സാർ, നമ്മുടെ ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മി ആദ്യമായിട്ട് മാധ്യമങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഈ കേസിനെ സഹായിക്കുമോ? ഇതിലെ ദുരൂഹത നീക്കാൻ ഈ ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ മാധ്യമവുമായിട്ട് മനോരമയായിട്ടാണ് സംസാരിച്ചത്, മനോരമയ്ക്കാണ് ഒരു അഭിമുഖം കൊടുത്തത്, അതിലെ ആ വിവരങ്ങൾ ഈ കേസ് അന്വേഷണത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യുമോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അവർ മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ ഇതുവരെ കൊടുത്തിട്ടില്ല. അവരാദ്യം മലയാള മനോരമയ്ക്കാണ് അവർ ആദ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്. പക്ഷേ അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ആ ഇൻ്റർവ്യൂ പൂർണ്ണമായി കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അത് പല കാരണങ്ങളുണ്ട്. അല്ല, തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനൊരു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അവരല്ലെങ്കിലും ഒരിക്കലും അവരെ അപരാധിയായിട്ട്, അവരെ കുറ്റക്കാരിയായിട്ട് ആരും കാണുന്നില്ല. പക്ഷേ മലയാള മനോരമ പോലുള്ള ഇത്രയും പ്രമുഖമായ ഒരു സ്ഥാപനം ഇത്തരത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ഇൻ്റർവ്യൂ അവരുടെ എടുത്ത് വളരെ പ്രചാരം കൊടുത്ത് ഇത് പുറത്തുവിടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ആസൂത്രിത, അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഉയരുന്നുണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടുന്നത് അവരൊരു ആ അഭിമുഖത്തിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ ബാലഭാസ്കറിൻ്റെ മരണത്തിൻ്റെ ജനങ്ങൾ സംശയിക്കുന്ന ദുരൂഹതകളെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇതുവരെ ചൂണ്ടിക്കാണിച്ച ദുരൂഹതകളോ, പോലീസും CBI ഒക്കെ അന്വേഷിച്ച തരത്തിലുള്ള ഒരു ദുരൂഹത, കണ്ടെത്താൻ ശ്രമിച്ച ദുരൂഹതയെ സംബന്ധിച്ചോ ഒന്നും അവർ മനസ്സ് തുറന്നില്ല. മറിച്ച് അവർ പറഞ്ഞത് ഈ കേസിനകത്തിൽ ഈ ബാലഭാസ്കറിൻ്റെ മരണത്തിൻ്റെ ദുരൂഹത തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ബാലഭാസ്കറിനോടൊപ്പം കലാലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഈ അർജുൻ, ഡ്രൈവർ അർജുൻ, പിന്നെ പ്രകാശൻ തമ്പി ബാലഭാസ്കറിൻ്റെ സുഹൃത്താണ്. ഈ രണ്ടുപേരും കലാലോകവുമായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. ഇവർ രണ്ടുപേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് ബന്ധമുള്ളവരുമാണ്. സ്വർണ്ണക്കടത്ത് മാത്രമല്ല, മറ്റ് ചില ഗുരുതരമായ ക്രിമിനൽ കേസുകളിലും ഒരു പ്രതിയായിട്ടുണ്ട്, അതിന് മുമ്പും അതിന് ശേഷവും. അപ്പം അത്തരത്തിൽപ്പെട്ട ഈ രണ്ടുപേരെ പറ്റി അവർക്ക് യാതൊരു തരത്തിലുള്ള ഈ ചോദ്യം ചോദിച്ച മനോരമയുടെ റിപ്പോർട്ടർ പക്ഷെ ചോദിക്കാവുന്ന പല ചോദ്യങ്ങളും മനഃപൂർവ്വം ഒഴിവാക്കിയതായിട്ടേ നമുക്ക്. കാരണം മലയാള മനോരമയുടെ ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും കഴിവില്ലാത്ത ആളെന്ന് പറയാൻ പറ്റില്ല. മലയാള മനോരമയുടെ ഏറ്റവും കേരളത്തിൽ ജോലി ചെയ്യുന്ന പത്രസ്ഥാപനങ്ങളിൽ ഏറ്റവും മിടുക്കരായവരാണ് മലയാള മനോരമയിൽ ജോലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു ലേഖകൻ ഇത്തരത്തിൽ ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരു പിന്നെ ബാലഭാസ്കറിനെ പോലെയുള്ള ഒരാളിൻ്റെ ഭാര്യയെ, പ്രത്യേകിച്ച് ഈ സംശയങ്ങളുടെ എല്ലാം നിഴലിൽ നിൽക്കുന്ന അതെന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എന്തായാലും ഹോംവർക്ക് ചെയ്യാതെ ഇൻ്റർവ്യൂ ചെയ്യില്ല, പ്രത്യേകിച്ച് മനോരമ. അപ്പം അത് പല പ്രസക്തമായ ചോദ്യങ്ങൾ ഒഴിവാക്കിയും എന്നാൽ പല ചോദ്യങ്ങൾ മനഃപൂർവ്വം ഇതിനകത്ത് ഉൾപ്പെടുത്തിയും ഒരു വെള്ളപൂശലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ ഇൻ്റർവ്യൂ. അത് പ്രകാശൻ തമ്പിയുടെ കാര്യത്തിലും അർജുൻ്റെ കാര്യത്തിലുമാണെങ്കിലും, അല്ലെങ്കിൽ അതിനകത്തിൽ ഈ അപകടത്തെ സംബന്ധിച്ച് അവർ പറയുന്ന ചില സംഗതികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ആ ദുരൂഹത അവശേഷിക്കുകയാണ്. പിന്നെ നമുക്കറിയാം ഇതിനെ പ്രധാന ആരോപണം ഈ സ്വർണം പൊട്ടിക്കൽ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് സത്യം പറഞ്ഞ ഇത്രയും പ്രാധാന്യം. ഒരു സെലിബ്രിറ്റിയായ ഒരു കലാകാരൻ്റെ അപകടത്തിലുപരി, കലാകാരൻ അയാൾക്ക് ഒരുപാട് ആരാധകരുള്ള ആളാണ്, സുഹൃത്തുക്കളും സ്നേഹിതന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കേസിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കേസിനകത്തിലെ ഈ സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ഈ അപകടമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അപകടമരണം അല്ലെങ്കിൽ കൊലപാതകം, അതിലേക്ക് എത്തിയ സാഹചര്യങ്ങളെ സംബന്ധിച്ചാണ്. അതവർ യാത്ര ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ധൃതി വെച്ച് രാത്രിയിൽ നടത്തിയ ഡ്രൈവിങ്, ആ വാഹനത്തെ ഒരു 4 വണ്ടികൾ ചേസ് ചെയ്തതായിട്ടുള്ള ആരോപണം,
ആ സംഭവ സ്ഥലത്ത് നിന്നും ഇവർക്ക് ഈ പ്രകാശൻ തമ്പിയുടെ കയ്യിൽ എങ്ങനെ ഈ ടെലിഫോണും പിന്നെ പേഴ്സും അതൊരു വലിയ ചോദ്യമാണ്. കാരണം അത് എത്തിപ്പെട്ടത് അപ്പം നമുക്കറിയാം, ഒന്നുകിൽ ഒരാളുടെ ബന്ധു, അടുത്ത ബന്ധു, അല്ലെങ്കിൽ ആ കൂടെ ഉണ്ടായിരുന്ന ആളുടെ കയ്യിലാണ് പലപ്പോഴും ഈ രണ്ട് സാധനങ്ങളും എത്തിപ്പെടുന്നത്. പക്ഷേ ഇവര് ഇതിനെ സംബന്ധിച്ച് ഇവർ പറയുന്ന ഒരു കാര്യം തന്നെ സത്യത്തിൽ ഇവരിലേക്കുള്ള പ്രധാനമായി സംശയം പോകുന്നത്, ഈ ഫോൺ അവർക്ക് ആവശ്യമില്ല യഥാർത്ഥത്തിൽ. ആർക്ക്? ഒരു വളരെ ഭാര്യയ്ക്ക് ഈ ഫോണിൻ്റെ ആവശ്യം അവർക്ക് തോന്നിയെന്നേ ഇല്ല. ഏത് വ്യക്തിയും ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു അസ്വാഭാവിക മരണമോ ദുരൂഹതയുള്ള മരണമോ നടക്കുമ്പോൾ ഒരു ഭാര്യയും ഈ ഫോൺ വേണ്ട എന്ന് പറയില്ല. പ്രത്യേകിച്ച് ഇവർ വിദ്യാസമ്പന്നയായ സ്ത്രീയാണ്. ഇവർക്ക് അത്യാവശ്യം കാര്യങ്ങളെ സംബന്ധിച്ച് സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും മറ്റു കാര്യങ്ങൾ, ബാലഭാസ്കറിൻ്റെ പ്രേമവിവാഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഇൻവോൾവ്മെൻറ്റും കൂടും. അപ്പോൾ ഇതിലൊന്നും പറയാതെ അതിനവർ പറയുന്ന ന്യായം, ഫോൺ എൻ്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പ്രകാശൻ തമ്പി പറഞ്ഞു. പേഴ്സ് പിന്നെ കുറച്ച് കാലത്തിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചു തന്നു എന്നാണ്. അതാണ് ഈ ഇൻ്റർവ്യൂ തന്നെ ഒരു തരത്തിൽ, ആ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്ന ഈ വസ്തുത തന്നെ പലപ്പോഴും ഈ ബാലഭാസ്കറിൻ്റെ കുടുംബം ഈ ലക്ഷ്മിയിലേക്ക് സംശയത്തിൻ്റെ മുൾമുന കൊണ്ടുപോകുന്നതിലോ അല്ലെങ്കിൽ ലക്ഷ്മിയെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന, ഡയറക്റ്റായിട്ടല്ലെങ്കിൽ പോലും പരോക്ഷമായി കുറ്റപ്പെടുത്തുന്നതിലോ ഒക്കെ സാർ അവിടെ അതെത്തുന്നുണ്ട്. ഒരു ചോദ്യം സാറ്, ഈ പ്രകാശൻ തമ്പി ഫോൺ കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ, ഈ ഫോൺ പിന്നീട് ED പ്രകാശൻ തമ്പിയുടെ വീട് ചില സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ റെയ്ഡ് ചെയ്തിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളല്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സംശയത്തിൻ്റെ പേരിൽ റെയ്ഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഫോൺ, ബാലഭാസ്കറിൻ്റെ ഫോൺ ED എടുത്തുകൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അല്ല, അതിന് അവർ പറഞ്ഞ കാര്യം, മരണമടഞ്ഞു, ബാലഭാസ്കർ മരണമടഞ്ഞു, ബാലഭാസ്കറിൻ്റെ ഫോൺ ബാലഭാസ്കറിൻ്റേതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് പിന്നെന്തിനാണ് ഈ ഫോൺ അയാളുടെ കൈവശം ഇരുന്നാലും കുഴപ്പമില്ല എന്നാണ് ഈ ലക്ഷ്മിയുടെ വേർഷൻ. ഈ മനോരമയുടെ ഇൻ്റർവ്യൂവിലും അത് അവർ പറയുന്നുണ്ട്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തമ്പി ഒരു ടെക്നോളജി എക്സ്പേർട്ടാണ്, സാങ്കേതികവിദ്യയിൽ അപാരമായ ജ്ഞാനമുള്ള ആളാണ്, കഴിവുള്ള ആളാണ്, തന്നെയല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുമാണ്. അപ്പോൾ അയാളെപ്പോലുള്ള ഒരാൾ എന്തുകൊണ്ട്, ഇത് മാത്രമല്ല അയാൾ ചെയ്തിട്ടുള്ളത്, അയാൾ അവിടുത്തെ CCTV ഫുഡ് മുഴുവൻ അയാളുടെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് അപകടം നടന്നതിന് സ്ഥലത്തെയും അപകടം നടക്കുന്നതിന് മുമ്പുള്ള സ്ഥലത്തെയും ഒക്കെ CCTV ഒരു ദുരൂഹതയില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശ്രമത്തിന് വേണ്ടി ഈ തമ്പി ശ്രമിക്കുന്നത്? ഇത് ആർക്കറിയാവുന്നതാണ്, ഇതും ലക്ഷ്മിക്ക് അറിയാവുന്നതാണ്. നമ്മൾ കാണേണ്ട ഒരു സംഗതി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം TP ചന്ദ്രശേഖരൻ്റെ ഇതും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും വിധവയായ രമ നടത്തിയ പോരാട്ടം, സമാനതകളില്ലാത്ത പോരാട്ടം, നമുക്ക് കൊലപാതകമെന്നോ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണയെന്നോ ഒന്നും പറയാൻ പറ്റുന്ന തരത്തിലല്ല നമ്മുടെ നവീൻ ബാബുവിൻ്റെ കൊലപാതകം, നവീൻ ബാബുവിൻ്റെ മരണം. ഞാനതിനകത്തിൽ പൂർണ്ണമായി ഒരു കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ അത് ദിവ്യയുടെ പ്രസംഗം കൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാരണങ്ങൾ കണ്ടേക്കാം, അല്ലെങ്കിൽ ആ ഒറ്റ സംഭവം കൊണ്ട് മാത്രം ഇതിലേക്ക്. പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ രണ്ട് ഭാര്യമാർ നടത്തിയ പോരാട്ടം നമുക്ക് ഏറ്റവും മാതൃകാപരമാണ്. അവർ രണ്ടുപേരും ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ ഇടപെടുകയും അതിനകത്ത് കൃത്യമായി പ്രത്യേകിച്ച് മഞ്ജുഷയുടെ പോരാട്ടം, അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നറിയാനുള്ള ഒരു വ്യഗ്രത, അല്ലെങ്കിൽ അവർക്ക് അറിയാനുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹം അവിടെ പ്രകടമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ലക്ഷ്മി പലപ്പോഴും ഈ മരണം മീഡിയ പറയുന്നതിന് മുമ്പും അല്ലെങ്കിൽ CBI ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പും ക്രൈംബ്രാഞ്ച് ഈ കേസിൽ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവരിത് ഉറപ്പിച്ചു പറയുന്നു, ഇതിനകത്ത് ദുരൂഹതയില്ല എന്ന് പറയുന്നു. പിന്നെ ഇവർ പറയുന്ന പല കാര്യങ്ങളും അത് 1 by 1 ആയിട്ട് നമ്മൾ പറഞ്ഞാൽ കുറച്ചേറെ സമയം വേണം. പല കാര്യങ്ങളും സംശയം ജനിപ്പിക്കുന്നതാണ്. അതിനകത്ത് യാതൊരു, അതായത് ചുരുക്കി പറഞ്ഞാൽ സാർ, ഈ ഒന്നുകിൽ ലക്ഷ്മിക്ക് ഇതെല്ലാം അറിയാം, ആരെയോ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ലക്ഷ്മി ഇത്
തൻ്റെ ഭർത്താവ് ആയിരുന്ന ബാലഭാസ്കറിൻ്റെ മരണത്തിലെ ദുരൂഹതകളോ അതിന് പിന്നിലുള്ള കാര്യങ്ങളോ പുറം ലോകത്തറിഞ്ഞ് അതൊരു ചർച്ചയാകാനോ അപമാനമുണ്ടാവാനോ സാധ്യതയുണ്ട്. അത് വേണ്ട. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ സർ, വളരെ തണുത്ത ഒരു സമീപനമാണ് അവർ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തൊക്കെയോ അവർ വളരെ ഭംഗിയായിട്ട് മറച്ചു വെക്കുന്നു. എന്നിട്ട് ഒരു എന്താ പറയുക, ഒരു സഹതാപത്തിൻ്റെ, ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ എന്നുള്ള ഒരു സഹതാപത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് അവരെപ്പോഴും ഇടപെടുന്നത്. ഇതാണ് അതിനകത്ത് കൂടുതൽ ഈ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഇതാണ്. പക്ഷേ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസിനകത്തിലോ അല്ലെങ്കിൽ പിന്നെ CBI അന്വേഷിക്കുന്ന ഒരു കേസിനകത്തിലോ ആ ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ പ്രാഗൽഭ്യം കൂടി പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ഉദ്യോഗസ്ഥൻ അതിനു മുമ്പ് ഇത്തരത്തിലുള്ള സമാനമായ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ എത്രമാത്രം അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ CBI വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കേസ് തെളിയില്ല. അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കേസും തെളിയണമെന്നില്ല. പക്ഷെ പിന്നെ ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് സഹായകരമായി കിട്ടേണ്ടത് ആരുടെ മൊഴികളാണ്, അല്ലെ ആരുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയാണ് കിട്ടേണ്ടത്? ഈ ബാലഭാസ്കറിന്റെ ഭാര്യയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ്. പക്ഷേ അതിലൊക്കെ വരും ബന്ധുക്കളോ സുഹൃത്തുക്കളോ. ഇപ്പം നമ്മളിപ്പം സാന്നിധ്യവും അസാന്നിധ്യവും, ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോഴത്തെ സാഹചര്യവും ആ വ്യക്തിയുടെ മരിച്ചതിന് ശേഷമുള്ള സാഹചര്യം രണ്ടാണ്. അതാരാണെങ്കിലും നമ്മളിപ്പം ആരെപ്പറ്റി ചർച്ച ചെയ്താലും ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഈ മരണം തെളിയിക്കാൻ കാണിക്കുന്ന ആർജവം ഒരിക്കലും മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കാണിക്കണമെന്നില്ല. പക്ഷേ അവിടെ ആരാണ് ഇപ്പം ആ ഒരു ആബ്സെൻസ് ഫില്ല് ചെയ്യേണ്ടത് ആരാണ്? ഈ ഭാര്യയാണ്. അപ്പോൾ ഈ ഭാര്യയിൽ നിന്ന് വേണ്ടത്ര സഹകരണം കിട്ടിയിട്ടില്ല എന്നുള്ള തരത്തിൽ പലപ്പോഴും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് അവർക്ക് തോന്നിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മനോരമയുടെ ഇൻ്റർവ്യൂ കൊണ്ട് മനോരമ ഉദ്ദേശിച്ചതും ലക്ഷ്മി ആഗ്രഹിച്ചതും ഒരു വെള്ളപൂശലാണ്. പക്ഷേ അത് ഒരു പരിധിവരെ ഏറ്റവും മികച്ച ഒരു ചാനലായതുകൊണ്ടും ഇത്രയും ഒരു പ്രമുഖ ചാനലായതുകൊണ്ടും പക്ഷേ അത് വിജയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ദുരൂഹതകൾ ഉടനെ വിട്ടൊഴിയില്ല. പക്ഷേ പ്രേക്ഷകരത്ര മണ്ടന്മാരല്ലല്ലോ സാർ. നമ്മൾ മലയാളികളെ പറ്റി നമ്മൾ പ്രബുദ്ധരെന്നും സാക്ഷര കേരളമെന്നും അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്പർ 1 എന്നൊക്കെ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ മലയാളികൾ പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യത്തിൽ നമ്മുടേതല്ലാത്ത ഒരു വിഷയങ്ങളും നമ്മളെ പൂർണ്ണമായും ബാധിക്കില്ല, നമ്മളെ വേട്ടയാടപ്പെടുത്തില്ല. നമ്മുടെ വിഷയങ്ങൾ മാത്രമേ നമ്മളെ വേട്ടയാടപ്പെടുത്തൂ. നമ്മുടെ വിഷയങ്ങൾ പോലും നമ്മൾ വേട്ടയാടപ്പെടുന്നതിന് ഒരു നിയതമായ കാലയളവും ഒരു നിയതമായ സമയക്രമവും ഉണ്ട്. ആ സമയക്രമവും ആ കാലയളവും കഴിഞ്ഞാൽ നമ്മുടെ ദുരന്തങ്ങൾ പോലും നമ്മളൊരു പക്ഷേ മറന്നുപോകും. ഇതും നമ്മൾ മറക്കും, കുറച്ച് കഴിയുമ്പോൾ മറക്കും. എന്തായാലും ബാലഭാസ്കറിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ, അതിന് നീതി കിട്ടുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഒരു കുഞ്ഞും അതിന് ഇരയായി ആ ദുരന്തത്തിന് എന്നുള്ളതാണ്. ഈ ലക്ഷ്മി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഒരു പക്ഷേ ലക്ഷ്മി രക്ഷപ്പെട്ടത് കൊണ്ടായിരിക്കാം ഇത്രയെങ്കിലുമൊക്കെ ഈ കേസ് മുന്നോട്ട് പോയതെന്ന് കരുതപ്പെടേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കേസിൻ്റെ മറ്റ് കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് നമുക്ക് കരുതാം. തീർച്ചയായിട്ടും കലാലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ആളുകൾ ഒരു വലിയ കലാകാരൻ്റെ കൂടെ സഹചാരികളായി മാറുകയും അവർ പിന്നീട് ക്രിമിനൽ സംഘങ്ങളാണെന്ന് നമുക്കെല്ലാം ബോധ്യമാവുകയും ചെയ്തിട്ടും ഈ കേസിനകത്തിൽ ഇതിനെ ചൂണ്ടിക്കാണിക്കേണ്ട വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി അത് ചൂണ്ടിക്കാണിക്കാതിരിക്കുമ്പോഴുള്ള അപകടമാണ് ഈ കേസിൽ സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ഒരു ചെറിയ അങ്ങനെ ഒരു നിർണയത്തിൽ എത്താം, വിലയിരുത്തൽ എത്താൻ പറ്റും.